നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോഡിംഗ് ഡീകോഡിംഗ്. കോഡിംഗ് ഡീകോഡിംഗിൽ പല ടൈപ്പ് കോഡിംഗ് ഉണ്ട്. ഈ 13 കോഡിംഗ് ആണ് സാധാരണ CUET എക്സാംസിന് കോമൺ ആയിട്ട് വരാറ്. ഇതിലെ വേർഡ് ടു നമ്പർ റീഅറേഞ്ച്മെന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വേർഡ് ടു നമ്പർ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ എ സർട്ടൈൻ കോഡ് കി റു പി മീൻസ് നോബഡി ലൈക്ക് ക്രൂവൽ. Ki mi cha means king was cruel and ru pi cha means nobody like king. What is the code for was in the given code language? So funny ആയിട്ട് ഉള്ള ലാംഗ്വേജ് ആയിട്ട് തോന്നുന്നു അല്ലേ? കി റു പി, കി മീ ച, റു പി ച. സോ ഇവിടുത്തെ സിമ്പിൾ ഐഡിയ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ടെക്നിക്ക് യൂസ് ചെയ്യണം. പ്രസന്റ്, ഞാൻ ഈ മെത്തേഡിനെ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് മെത്തേഡ് എന്നാണ് പറയുന്നത്. പ്രസൻസ് ആൻഡ് ആബ്സെൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ എവിടെയൊക്കെ പ്രസന്റും എവിടെയൊക്കെ ആബ്സെന്റുമാ. ഈ രണ്ട് ഫ്രേസിലും കീ ഉണ്ട്, ഈ ഫ്രേസിൽ കീ ഇല്ല. അതേപോലെ ഈ വേർഡിൽ ഏതൊക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? ക്രൂവൽ ഇതിൽ രണ്ടിലും പ്രസന്റ് ഉണ്ട്, ഇതിൽ ആബ്സെന്റുമായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കീ എന്ന് പറയുന്നത് ക്രൂവൽ എന്നുള്ള വാക്കിന്റെ കോഡിംഗ് ആണെന്ന്. സോ ദാറ്റ് ഈസ് ഹൗ ടു ഡിസൈഡ് ഇറ്റ്. കീ ഇസ് ക്രൂവൽ. സോ വാസിന്റെ കോഡ് ഏതാന്നാ? സോ കീ എന്തായാലും ആകത്തില്ല, എലിമിനേറ്റഡ് ആയി. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യാം സോ ദാറ്റ് ദർ ഇസ് നോ കൺഫ്യൂഷൻ. ഇതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വേറെ ഈ പൈ അല്ലെങ്കിൽ പി, പൈ ഇതിൽ രണ്ടിലും ഉണ്ട് പക്ഷെ ഇതിലില്ല. അതേപോലെ നോബഡി ലൈക്ക് ക്രൂവല്, നോബഡി ലൈക്ക് കിങ്, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള വേർഡ് ഏതാ? കോമൺ ആയിട്ടുള്ള വേർഡ് ഓക്കെ, ഇവിടെ നോബഡി രണ്ടിലും ഉണ്ട്, ലൈക്കും രണ്ടിലും ഉണ്ട്. സോ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാതെ, സോ പൈയുടെ വാല്യൂ ചിലപ്പോൾ നോബഡി ആയിരിക്കാം അല്ലെങ്കിൽ ലൈക്കും ആയിരിക്കാം, നമുക്കറിയില്ല. അതേപോലെ റൂവിന്റെ കാര്യം ഇതേപോലെ തന്നെ. റൂവും പയ്യും ഏതാണ് ലൈക്ക് ഏതാണ് നോബഡി എന്നറിയത്തില്ല. പക്ഷെ റൂവും പയ്യും നോബഡിയോ ലൈക്കോ ആയേ പറ്റത്തുള്ളൂ, വേറെ ആകത്തില്ല. കാര്യം ഇവിടെ നോക്കുക, നോബഡി ഇവിടെ ഇല്ല. അതേപോലെ റൂവും പയ്യും ഇവിടെ ഇല്ല എന്ന് വെച്ചാൽ റൂവും പയ്യും ആയിരിക്കത്തില്ല ആൻസർ. റൂ ആൻസർ ആകുന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാവുന്ന അർത്ഥം. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അവിടെ നോബഡി ലൈക്ക് രണ്ടിലും ഉണ്ട്, റൂവും പയ്യും രണ്ടിലും ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഏതാണെന്ന് എക്സാക്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ റൂവും പയ്യും നോബഡി ലൈക്കും ഇതിൽ ഒരെണ്ണമാണെന്ന് ഉറപ്പിക്കാം. സോ അത് വെച്ചിട്ട് ഇനി നമുക്ക് അടുത്തത് ഇനി എന്താ ഉള്ളത്? ഈ ചാ നോക്കാം. ചാ ഇവിടെ ഉണ്ട്, വേറെ കളർ യൂസ് ചെയ്യാം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. ചാ ഇവിടെയുണ്ട്, ചാ ഇവിടെയും ഉണ്ട്. ഈ രണ്ട് ഫ്രേസിലും ചായ ഉണ്ട്. ഈ രണ്ട് ഫ്രേസിലും കോമൺ ആയിട്ടുള്ള വേർഡ് ഏതാ ഉള്ളത്? കിങ് ആണ്. കിങ് ഇവിടെയുണ്ട്, കിങ് ഇവിടെയുണ്ട്. എന്ന് വെച്ചാൽ കിങ് ഇസ് ദ ഇക്വലന്റ് ഫോർ ചാ ഓർ ചാ ഇസ് ദ കോഡ് ഫോർ കിങ്. ചാ മീൻസ് കിങ്. ചാ മീൻസ് കിങ് മീൻസ് ചാവും 4 ഓപ്ഷനിൽ ചായ എന്നുള്ളത് എലിമിനേറ്റ് ആയി. അത് കഴിഞ്ഞാൽ പിന്നെ മീ മാത്രമല്ലേ ഉള്ളൂ. സോ മീ ആൻസർ ആയേ പറ്റുള്ളൂ. അല്ലേ തന്നെ ഇവിടെ നോക്കിക്കേ, കീയുടെ വാക്ക് ക്രൂവലാണെന്ന് കിട്ടി, ചായയുടെ വാക്ക് കിങ് ആണെന്ന് കിട്ടി. അപ്പൊ മീയുടെ വാക്ക് വാസ് ആയാലല്ലേ പറ്റുള്ളൂ. സോ അങ്ങനെയും പറയാം. സോ മീ ഇസ് ദ ആൻസർ. ഇതിന് പല ടെക്നിക്ക് ഉണ്ട് കേട്ടോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് പറയാനുള്ള ഓപ്ഷൻ വെച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു പ്രൈമറി അനാലിസിസ് വീഡിയോ ആണ്. നമ്മൾ ഈ ടോപ്പിക്സിനും ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഇനിയുമുള്ള സെഷൻസിൽ പ്ലാൻ ചെയ്യാം. സോ ഫസ്റ്റ് സപ്പോർട്ട് ദിസ് ഇനിഷ്യേറ്റീവ് ആൻഡ് ഡു ലെറ്റ് യുവർ ഫ്രണ്ട്സ് നോ അബൌട്ട് ദിസ് വീഡിയോ ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു മോർ പീപ്പിൾ so that more people can check their answers also, those who have attempted and those of you are preparing for the upcoming exams also. This will be a good material for them to practice.